ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. അപ്പോൾ ഞങ്ങളുടെ കോഴിക്കോട് പോയിട്ടുള്ള ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റുള്ള പണികളൊക്കെ എന്തായിരുന്നു, അതുപോലെ ഇന്നത്തെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളൊരു ചെറിയൊരു ഡേ മൈ ലൈഫാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കധികം ലാഗ് അടുപ്പിക്കാതെ നേരെ വീഡിയോയിലിട്ട് പോയല്ലോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് വീടിൻ്റെ ഫ്രണ്ടൊന്ന് കാണിച്ചു തരാം. മതിൽ പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോയി വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ടിൽ മതിൽ കെട്ടലും ഗേറ്റ് വെക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഗേറ്റൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ചെറിയ ഗേറ്റ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് തുറക്കാനും അടക്കാനും പറ്റുള്ളൂ. അത് ആദ്യം തന്നെ വെച്ചതുകൊണ്ട്. മറ്റത് അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് സെറ്റായിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാലാണ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ ഇതേപോലെ മറച്ച് കെട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ വീടിരുന്ന ടൈമിൽ തന്നെ ഇങ്ങനെ ആയിരുന്നില്ല, മറച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടും മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ ആ സൈഡും അവർ മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കെട്ടിയ ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് കെട്ടുന്നത്. അപ്പോൾ അത് കെട്ടിയാലാണ് ഇപ്പം ഞങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ ആക്കി ഇടാൻ പറ്റുള്ളൂ. വേറെ ഒന്നുമല്ല, ഞങ്ങൾ വീടിരുന്ന ടൈമിൽ ഇങ്ങനെ നിന്നില്ല, ഓപ്പൺ ആകുന്നല്ലോ. ആ ടൈമിൽ നായ്ക്കളെ ശല്യം ഇവിടെ നല്ലുണ്ട്, 5-8 നായ്ക്കളോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ഡോറൊക്കെ തുറന്നിട്ടാൽ നായ്ക്കൾ വന്നാൽ നേരെ ഉള്ളിലോട്ട് കയറും. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നേരെ വീട്ടിൽ സിറ്റൗട്ടിൽ വന്നിട്ട് ഭയങ്കര വൃത്തികേടാക്കി വെക്കട്ടോ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ രാത്രി കിടന്നുകൊണ്ട ടൈമിൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നായ്ക്കൾ കയറിയിട്ട് സിറ്റൗട്ടിൽ കിടക്കും. അതുപോലെ ഇങ്ങനെ കുടഞ്ഞിട്ട് രോമങ്ങളൊക്കെ ആയിരിക്കും അതിന് നിറച്ചുണ്ടാവുക. അതുപോലെ മൂത്രമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഇത് ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ എൻ്റെ പണി ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ടൈമിൽ ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ മറച്ച് കെട്ടി തന്നാൽ നമുക്കിതുപോലെ തുറന്നിട്ട് ഇറങ്ങാനും കയറാനൊക്കെ പറ്റുന്ന രീതിയിൽ കെട്ടി തന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യമൊക്കെ വന്നിട്ട് മധുരം കാര്യമൊക്കെ കെട്ടിയിട്ട് ഇത് നമുക്ക് അഴിക്കാമെന്ന് വേണ്ടിയിട്ട് വെച്ചൊക്കെയായിരുന്നു. അപ്പം അത് കാരണമാണ് ഇപ്പോൾ ഇതിങ്ങനെ മറച്ച് കെട്ടിയിട്ടുള്ളത്. എൻ്റെ ചില വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ മറച്ച് കെട്ടിയിട്ട്. ഫ്രണ്ടൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരക്കിട്ടിട്ട് ഞങ്ങൾ മതിൽ കെട്ടുന്നത്. അതുപോലെ മതിൽ കെട്ടി മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്തിടാൻ, അല്ലെങ്കിൽ നായ്ക്കൾ നേരെ കയറും. കാരണം ഗേറ്റ് കറക്റ്റായി സെറ്റ് ചെയ്താലാണ് നമുക്കത് ഓപ്പൺ ചെയ്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ പണിയിപ്പോൾ ഇതുവരെ ആയിട്ടുണ്ട്, മതിൽ കെട്ടി ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് പുട്ടും കടലയായിരുന്നു. അപ്പോൾ ഇക്കയും മോനും കഴിച്ചിട്ടുള്ള റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ ഞാനും മോളും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി ഇറങ്ങാൻ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ ക്ലീനിങ്ങും രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുറ്റം വൃത്തിയാക്കാൻ കല്ല് പതിക്കാൻ പണിക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ പുറത്ത് വെച്ചിട്ട് വേണം പോകാൻ. അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് 2 ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. കാരണം അവർക്ക് സാധനങ്ങളൊക്കെ കൊടുന്ന് ഇറക്കി വെക്കാനുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മോനെ കൊണ്ടുപോയി സ്കൂളിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ വിട്ടിട്ട് മോൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടച്ചിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോകുന്നത് എൻ്റെ വീട്ടിൽ കേട്ടോ. ഇന്ന് മോൾക്ക് വാക്സിൻ ഉണ്ട്, അപ്പോൾ അത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ അംഗൻവാടിയിൽ ഇന്ന് ഹെൽത്തിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വാക്സിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മോൾക്ക് 1.5 വയസ്സിൻ്റെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ നേരെ അംഗൻവാടിയിലോട്ടാണ് പോയത്. അനിയത്തിൻ്റെ കുട്ടിക്കും വെക്കാനുണ്ടായിരുന്നു, 2 സെയിം അല്ലേ ഏജ്. അപ്പോൾ അവർ 2 കൂടെ ഒരുമിച്ചിട്ട് ഞാനും അമ്മയും അംഗൻവാടിയിലോട്ട് വന്നതാണ്. അപ്പോൾ അംഗൻവാടിയിൽ അത്യാവശ്യം ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓരോരുത്തരായിട്ട് അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളായിരുന്നു കേട്ടോ അടുത്ത വാക്സിൻ എടുക്കേണ്ടത്. എൻ്റെ മോൾക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം അനിയത്തിൻ്റെ കുട്ടിക്ക് എടുക്കാൻ. അനിയത്തി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന കാരണം അവൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മയും അവളുടെ കുട്ടിയുമ്പോഴാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേർക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവിടെ നിന്ന് നടത്തിച്ചിട്ടോ. അവർ മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് നടത്തിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. കാരണം നടത്തിച്ചാലല്ലേ വേഗം വാക്സിൻ്റെ വേദന വിടുള്ളൂ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഉമ്മയും കുട്ടികളും കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാനിന്ന് വൈകിട്ടാണ് കേട്ടോ പോവുള്ളൂ. ഇക്ക ഞങ്ങളിവിടെ ആക്കിയിട്ട് വീട്ടിലോട്ട് പോയി. അവിടെ പണിക്കാരെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ മോളൊന്നുകൂടി ആക്റ്റീവായിട്ടിരിക്കും, കളിക്കും, ഓടും ചാടുമൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ള കാല് നന്നായിട്ട് ഇളകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകിട്ടുള്ളൂ നിൽക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട്
ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇക്ക അത് മെയിൻറ്റെയിൻ ചെയ്തോളും. അപ്പോൾ ഒരു വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. സൂചി വെച്ച് വന്നതിൻ്റെ സങ്കടം കൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. വന്ന പടമൊന്നും വേദന ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാളും പാടെ ഇരുന്നിട്ട് ഫോൺ കളിക്കുക കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാനും ഉമ്മയും വന്ന് പറയുന്ന കുട്ടികൾക്ക് പനിയുടെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ വന്ന ശേഷം പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവർ ഉറങ്ങി വെച്ചപ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല പനി ആയതുകൊണ്ട് തന്നെ മോൾ പിന്നെ കരയാനൊക്കെ തുടങ്ങി. പിന്നെ അധികം കളിക്കാനൊന്നും നിന്നില്ല. എന്നാലും ഇടയ്ക്ക് ഞാൻ ഇറക്കി വിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തോളിൽ കിടത്തിയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല വേദന ഉണ്ടായിരുന്നു, കാലൊന്നും അനക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്ത് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 2:45 ആയപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു മോനെ വിളിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഞാൻ മോളുമ്പാടെ ഇക്കാൻ്റെ കൂടെ പോയിട്ട് മോനെ വിളിച്ചിട്ട് നേരെ നെല്ലിക്കുഷിയിലോട്ട് പോയി. നെല്ലിക്കുഷിയിൽ പോയിട്ട് മോൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായിട്ട് അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഒറ്റപ്പാലത്തോട്ടാണ് പോയത്. ഇക്കാന് ചെവി വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാനെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഡോക്ടറിനെ കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് മതിലിൻ്റെ പില്ലറിലോട്ടുള്ള ലൈറ്റ് നോക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ കുറേ കടയിൽ ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് നോക്കിയിട്ടാണ്. കോഴിക്കോടൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് നോക്കിയപ്പം അതിനേക്കാൾ കുറച്ച് കുറവുണ്ട്. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച മോഡൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒക്കെ ഓരോന്നിൻ്റെ റേറ്റൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. ഞങ്ങൾ എടുത്തത് ഞങ്ങളുടെ അവിടെ നിന്ന് മുരിക്കമ്പറ്റ പറയും, അവിടെ ഒരു ഷോപ്പിൽ പോയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഇതിനേക്കാൾ റേറ്റ് കുറവായിരുന്നു. നല്ല കൂട്ടുള്ള നല്ലൊരു മോഡലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് തന്നെ കേട്ടോ പോയത്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് പിന്നെ നേരെ കിച്ചണിലോട്ടോട്ടോ കയറിയത്. രാത്രിക്കുള്ള കുക്കിംഗ് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാനിവിടെ വൈകുന്നേരത്തെ ഫ്രൈഡ് റൈസ് ആട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഫ്രൈഡ് റൈസിനുള്ള അരി ഞാനവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ചിക്കൻ അവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ എഗ്ഗും ഞാനിതുപോലെ ചിക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് വെജിറ്റബിൾസാണ്. അപ്പോൾ അതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പത്ത് ഞാൻ ഇഡ്ഡലിക്കുള്ള പച്ചരിയും ഉഴുന്നൊക്കെ ഞാൻ രാവിലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പച്ചക്കറി ആയിട്ട് ക്യാബേജും ക്യാരറ്റും ബീൻസൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്നായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് കട്ട് ചെയ്യുന്നതിന് കൊടുത്ത് തന്നെ അത് കഴുകിയിട്ട് ഓരോരോ ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ അരിയട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുറ്റത്ത് പണി എന്തായെന്ന് പോയി നോക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. അപ്പോൾ മുറ്റത്ത് എന്താ പറയുക, മണ്ണൊക്കെ ഇങ്ങനെ മുറ്റത്ത് 4 സൈഡിലും മണ്ണൊക്കെ ഒപ്പാക്കുന്നുണ്ട്. ഫ്രണ്ടിലും 2 സൈഡിലും കുറച്ച് ഭാഗത്താട്ടോ കല്ല് പതിക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മണ്ണ് ഒപ്പാക്കി ലെവൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മോൾക്ക് ഞാൻ മുട്ട ചിക്കൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതായിട്ട് പപ്പൻ്റെ അടുത്ത് വന്നിട്ട് കഴിക്കുക കേട്ടോ. മോൻ അവിടെ ഉള്ളിൽ TV കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിലോട്ടുള്ള മസാല ഞാൻ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പുറത്ത് അരി ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഒഴിച്ചിട്ട് ഒരു 85% വേവിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. മസാലയിലോട്ട് ഞാൻ ക്യാബേജും ക്യാപ്സിക്കം അതുപോലെ ക്യാരറ്റും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ അരിഞ്ഞിട്ട് ഇട്ടിട്ട് അതുപോലെ സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരി വേവിച്ചിട്ട് വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ള ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ബസ്മതി റൈസാട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. 250 ml കപ്പിലാണ് ഞാനൊരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. വൈകുന്നേരത്തേക്ക് മാത്രമുള്ളതല്ലേ, അപ്പോൾ അത്ര മതി പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ലേറ്റായിട്ട് രാത്രി കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്രൈഡ് റൈസ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ മസാലയിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള അരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതുപോലെ അരി ആട്ടി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കണം. പണിക്കാർക്കുള്ള ചായ കൊടുത്തിട്ട് അവർ ചായ കൂടി കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റ ദിവസത്തെ പണിയായിരുന്നു, പക്ഷേ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് 2 ദിവസത്തെ പണിയായി. അപ്പോൾ അവർ പണി മാറ്റി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പണിയിൽ മുറ്റൊക്കെ നൊപ്പാക്കിയിട്ട് മെറ്റലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നാളെ കല്ല് പതിക്കലൊക്കെ നാളെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഞാൻ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. ബാച്ചി ഉണ്ടായിരുന്നില്ല, നേരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാച്ചിയും ഇടയ്ക്കയും കൂടി ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനും പോകണം പറഞ്ഞ് കരഞ്ഞപ്പോൾ അവനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കാൻ ഫ്രണ്ട്സ് ഒരു വീഡിയോ എടുത്താട്ടോ. അപ്പോൾ അതിങ്ങനെ ഈ ആംഗിളിലാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാച്ചിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഇതുപോലെ ചെറിയ സാധനങ്ങൾ എടുത്ത് ചെയ്യുന്നത് അവിടെ നിന്നൊക്കെ വീഡിയോ എടുത്താട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.